നമ്മളെല്ലാവരും ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവരാണ്. ഫേസ്ബുക്ക് പുതുതായിട്ട് ഉപയോഗിക്കുന്നവരുണ്ടാകും, അല്ലെങ്കിൽ വളരെ കാലമായിട്ട് ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവരുണ്ടാകും. ഫേസ്ബുക്കിൽ നമ്മൾ പല കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അതായത് ഫോട്ടോസുകൾ, വീഡിയോസുകൾ, അല്ലെങ്കിൽ ടെക്സ്റ്റുകൾ, അല്ലെങ്കിൽ ലൊക്കേഷനുകൾ, അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ പോസ്റ്റ് ചെയ്ത പോസ്റ്റുകൾ നമ്മൾ ഷെയർ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. എന്നാൽ വളരെ മുമ്പ് ചെയ്ത അപ്ഡേറ്റുകൾ നമുക്ക് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ എന്താണ് ചെയ്യുക? ഫേസ്ബുക്കിൻ്റെ ടൈംലൈനിൽ പോയിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്തിട്ട് ഓരോന്നോരോന്നായിട്ട് കണ്ടെത്തി നമ്മൾ ഡിലീറ്റ് ചെയ്യും. അതിന് പകരം ഫേസ്ബുക്കിൽ തന്നെ ഒരൊറ്റ ക്ലിക്കിൽ നമുക്ക് ഇതെല്ലാം ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. നമ്മൾക്ക് കാറ്റഗറി അനുസരിച്ച് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അല്ലെങ്കിൽ മൊത്തമായിട്ട് നമുക്ക് സെലക്ട് ചെയ്ത് നമുക്ക് ഫേസ്ബുക്ക് ഒന്ന് ക്ലീൻ ചെയ്യാം എന്ന് വേണമെങ്കിൽ നമുക്കിങ്ങനെ മൊത്തമായിട്ടും ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുകളും ഉണ്ട്. തീർച്ചയായിട്ടും ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവർക്ക് ഇത് ഉപകാരപ്പെടാതിരിക്കില്ല. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മൊബൈലിലുള്ള ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് ഇടതുവശത്ത് നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ആഡ് ടു സ്റ്റോറി അല്ലെങ്കിൽ എഡിറ്റ് പ്രൊഫൈൽ എന്ന് എഴുതിയതിൻ്റെ വലതുവശത്തായിട്ട് ഒരു 3 ഡോട്ട്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒരുപാട് ഓപ്ഷനുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇവിടെ ആക്ടിവിറ്റി ലോഗ് എന്നൊരു ഓപ്ഷനുണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് താഴെയായിട്ട് മാനേജ് യുവർ പോസ്റ്റ്സ് എന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ ഇതുവരെയായിട്ടും അപ്ഡേറ്റ് ചെയ്ത പോസ്റ്റുകൾ മൊത്തമായിട്ടും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങൾ ഫേസ്ബുക്ക് ഉപയോഗിക്കുക അന്ന് മുതൽ ഇന്ന് വരെയുള്ള എല്ലാ പോസ്റ്റുകളും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിന്ന് നിങ്ങൾക്കെല്ലാം ഡിലീറ്റ് ചെയ്ത് ഒന്ന് റീഫ്രഷ് ചെയ്യണോ എന്നുണ്ടെങ്കിൽ ഇവിടെ ഓൾ എന്ന ഭാഗത്ത് നിങ്ങളൊരു ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ എല്ലാം സെലക്റ്റഡ് ആയിട്ടുണ്ടാകും. നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ എല്ലാം ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതല്ലാതെ നിങ്ങൾക്ക് ഓരോ കാറ്റഗറി ആയിട്ട് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഓൾ എന്ന ഭാഗം ഒഴിവാക്കിയിട്ട് ഇവിടെ ഫിൽറ്റേഴ്സ് എന്നൊരു ഭാഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കാറ്റഗറീസ് എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്കിവിടെ ടെക്സ്റ്റ് അപ്ഡേറ്റ്, ചെക്ക് ഇൻ, നോട്ട് ആൻഡ് മോർ എന്ന ഭാഗം സെലക്ട് ചെയ്യാം. ടെക്സ്റ്റ് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഫോട്ടോസ് ആൻഡ് വീഡിയോസ് എന്ന ഭാഗത്ത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫോട്ടോസ്, വീഡിയോസ് അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യാം. അല്ലെങ്കിൽ പോസ്റ്റ് ഫ്രം അതർ ആപ്സ് എന്ന ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട്, അതായത് നിങ്ങൾ ചില ഈ ലൊക്കേഷനുകളൊക്കെ നിങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടാകും, അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതൊക്കെ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാം. ഞാനിവിടെ ഫോട്ടോസ് ആൻഡ് വീഡിയോസ് എന്ന ഭാഗം സെലക്ട് ചെയ്യുകയാണ്. സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ പോസ്റ്റ് ചെയ്ത ഫോട്ടോസുകളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്തിട്ട് മൊത്തമായിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്നും ഓരോ കാറ്റഗറി അനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇതിൽ നിന്നും ഡേറ്റ് ബേസിൽ, അതായത് നിങ്ങൾക്ക് ഇന്ന ഒരു ഡേറ്റ് മുതൽ ഇന്നൊരു ഡേറ്റ് വരെയുള്ള പോസ്റ്റുകൾ മാത്രം ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഡേറ്റ് ബേസിൽ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഓൾ എന്ന ഭാഗത്തിൻ്റെ തൊട്ട് മുകളിലുള്ള ആ ഒരു ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഡേറ്റ് നിങ്ങൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് ഡേറ്റ് മുതൽ ഏത് ഡേറ്റ് വരെ എന്നുള്ളത് നിങ്ങൾക്കിവിടെ ആഡ് ചെയ്ത് കൊടുത്താൽ ആ ഡേറ്റിലുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോൾ ഡേറ്റ് സെലക്ട് ചെയ്യുന്നില്ല. ഇവിടെ ഞാനൊരു 3 പോസ്റ്റ് ഞാനിവിടെ നിന്ന് സെലക്ട് ചെയ്തു. അതിനുശേഷം ഇവിടെ റീസൈക്കിൾ ബിൻ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ ഇവിടെ മൂവ് ടു റീസൈക്കിൾ ബിൻ എന്ന് കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പോസ്റ്റുകളൊക്കെ ഇവിടെ നിന്ന് ഡിലീറ്റ് ആകുന്നതാണ്. എന്നാൽ പെർമനൻ്റ് ആയിട്ട് ഇത് ഡിലീറ്റ് ആകുകയില്ല. 30 ദിവസം വരെ ഇത് റീസൈക്കിൾ ബിന്നിൽ കിടക്കും. കാരണം ആക്സിഡൻ്റലി നിങ്ങൾക്ക് ഇത് ഡിലീറ്റായി പോയതാണെങ്കിൽ അവിടെ നിന്ന് തിരിച്ചെടുക്കാനുള്ള ഒരു ഓപ്ഷനാണ് ഈ റീസൈക്കിൾ ബിൻ. നമുക്കിത് തിരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അത് തിരിച്ചെടുക്കാം. അല്ലെങ്കിൽ ഈ റീസൈക്കിൾ ബിന്നിൽ നിന്ന് 30 ദിവസം നമുക്ക് കാത്തിരിക്കാൻ സമയമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ഡിലീറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ റീസൈക്കിൾ ബിൻ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ഡിലീറ്റ് ചെയ്ത ആ 3 പോസ്റ്റും ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ നിന്ന് സെലക്ട് ഓൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇവിടെ നിന്ന് ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ളതാണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം മൊത്തമായിട്ട് നിങ്ങൾക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഡിലീറ്റിൻ്റെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതല്ലാതെ നിങ്ങൾക്ക് ആവശ്യമുള്ളതാണെങ്കിൽ ഇവിടെ റീസ്റ്റോർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഇത് റീസ്റ്റോർ ചെയ്യാവുന്നതാണ്. ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവർക്ക് വളരെ ഉപകാരപ്രദമായ ഒരു സംഭവം തന്നെയാണ് ഈ ഒരു ഡിലീറ്റ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്തത് റീസ്റ്റോർ ചെയ്യാനുള്ള ഈ ഒരു ഓപ്ഷൻ. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. നിങ്ങളുടെ മൊബൈലിലും ഇതുപോലെ ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യമില്ലാത്ത പോസ്റ്റുകളൊക്കെ ഈ ഒരു ഓപ്ഷനിലൂടെ നിങ്ങൾ ഡിലീറ്റ് ചെയ്യുക.
വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബായ്.